അമേരിക്ക വീണ്ടും ആക്രമിച്ചു കഴിഞ്ഞാൽ ഇറാൻ അവരുടെ കയ്യിലുള്ള യുറേനിയം സമ്പുഷ്ടീകരണത്തിലേക്ക് കടക്കുകയാണ്. അതുവഴി ന്യൂക്ലിയർ ആയുധം പ്രയോഗിക്കുമെന്നൊരു ഭീഷണിയാണ് കഴിഞ്ഞ ദിവസം മുഴക്കിയിരിക്കുന്നത്. ഇത്തരത്തിലുള്ള ഭീഷണികൾ നമുക്കറിയാം, ഇറാൻ നിരന്തരമായിട്ട് കഴിഞ്ഞ കുറേ മാസങ്ങളായിട്ട് മുഴക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇതിൽ എന്തെങ്കിലും തരത്തിലുള്ളൊരു ഗൗരവതയുണ്ടോ? അത്തരത്തിലുള്ളൊരു സാഹചര്യത്തിലേക്ക് ഇറാൻ കടക്കുമോ? തീർച്ചയായിട്ടും ഗൗരവമായ ഒരു ഭീഷണി തന്നെയാണ് ഇറാൻ മുഴക്കുന്നത്. അത് ഒട്ടും കുറച്ചു കാണേണ്ട കാര്യമില്ല. ഇറാന്റെ കൈവശം 60% സമ്പുഷ്ടീകരിച്ച 440 കിലോഗ്രാം യുറേനിയം ഉണ്ട് എന്നുള്ളതാണ് ഇന്റർനാഷണൽ ആറ്റമിക് എനർജി ഏജൻസിയുടെ വിലയിരുത്തൽ. അപ്പോൾ ഐക്യരാഷ്ട്രസഭയും മൊത്തത്തിൽ ഇതേ വിലയിരുത്തലാണ് നടത്തിയിട്ടുള്ളത്. ഈ 60% സമ്പുഷ്ടീകരിച്ച യുറേനിയം വെപ്പൺസ് ഗ്രേഡാക്കി, അതായത് 90%-ലും മേൽ 94%-ഓളം സമ്പുഷ്ടീകരിച്ചാലാണ് ഒരു അണ്വായുധം നിർമ്മിക്കാൻ ഉള്ള ഒരു ക്വാളിറ്റിയിലേക്ക് ആ യുറേനിയം മാറുന്നത്. അപ്പോൾ അത് അത്ര വലിയ ബുദ്ധിമുട്ടൊന്നും ഉള്ള കാര്യമല്ലെന്നാണ് ഇത് ഈ മേഖലയിലെ സാങ്കേതിക വിദഗ്ധരെല്ലാം പറയുന്നത്. എന്തെന്നാൽ വിദഗ്ധരുടെ അഭിപ്രായം കണക്കിലെടുക്കുമ്പോൾ ഇറാന് ഈ സമ്പുഷ്ടീകരിക്കുന്ന സെൻട്രിഫ്യൂജുകൾ ആവശ്യത്തിലധികമുണ്ട്. അമേരിക്ക ഈ കഴിഞ്ഞ ഒരു 1.5 മാസം മുമ്പ് ഇറാന്റെ തെക്കൻ നഗരമായ എസ്ഫഹാൻ ആക്രമിച്ചെങ്കിലും അവരെ സംബന്ധിച്ചിടത്തോളം അവിടുന്ന് യുറേനിയം പിടിച്ചെടുക്കാനൊന്നും അവർക്ക് സാധിച്ചില്ല. മാത്രമല്ല അമേരിക്കൻ സൈനികർ വന്നിറങ്ങിയ നിരവധി വിമാനങ്ങൾ അവർ തന്നെ നശിപ്പിച്ചിട്ട് അവിടുന്ന് രക്ഷപ്പെടുകയായിരുന്നു. ആ ഒരു സാഹചര്യത്തിൽ ഇറാന്റെ കൈവശമുള്ള യുറേനിയം ശേഖരത്തിന് ഒരു നഷ്ടവും സംഭവിച്ചിട്ടില്ല. അത് ഇറാന്റെ കൈവശം തന്നെയുണ്ട്. ഇനി ഇതിലെ ഞെട്ടിക്കുന്ന വസ്തുത, ഈ 60% സമ്പുഷ്ടീകരിച്ച യുറേനിയം 94%-ഓളം സമ്പുഷ്ടീകരിക്കണം എന്നതിന് ഏറ്റവും കുറഞ്ഞത് ഒരാഴ്ചയും ഏറ്റവും കൂടിയത് 3 ആഴ്ചയും മതി. അതായത് ഒരു മാസത്തിനുള്ളിൽ നിസ്സാരമായിട്ട് ഇത് സമ്പുഷ്ടീകരിക്കാം എന്നാണ് ലോകമെമ്പാടുമുള്ള ആണവ വിദഗ്ധർ ഇക്കാര്യത്തിൽ അഭിപ്രായം പറയുന്നത്. ഇത് ഒരു പച്ചയായ യാഥാർത്ഥ്യമാണ്. ഇത് അത്ര വലിയൊരു നിഗൂഢ രഹസ്യമൊന്നുമല്ല, പൊതുവിടത്തിൽ പോലും ലഭ്യമായിട്ടുള്ളൊരു വിവരമാണ്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ ഇറാന് അണ്വായുധ നിർമ്മാണത്തിലേക്ക് വേഗം തന്നെ കടക്കുകയാണെങ്കിൽ അതിൽ അത്ഭുതപ്പെടാനൊന്നുമില്ല. ഇറാന് അണ്വായുധം നിർമ്മിക്കാനുള്ള ടെക്നോളജി പാകിസ്ഥാനാണ് കൊടുത്തത്. പാകിസ്ഥാന്റെ അണ്വായുധത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന അബ്ദുൽ ഖാദർ ഖാൻ, AQ ഖാൻ, ആ AQ ഖാൻ ഇറാന് ഒരു ബോംബ് നിർമ്മിക്കാനുള്ള ടെക്നോളജി കൈമാറിയിരുന്നു എന്നുള്ളത് അന്താരാഷ്ട്ര മാധ്യമങ്ങളിലൊക്കെ പണ്ടേ വന്ന വാർത്തയാണ്. അമേരിക്കൻ മാധ്യമങ്ങൾ തന്നെ അത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ അമേരിക്കയുടെ ഇന്ത്യ വിരുദ്ധ നിലപാടാണ് യഥാർത്ഥത്തിൽ ഇതിനെല്ലാം കാരണമായത്. അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അമേരിക്കയ്ക്ക് അറിയാം, പാകിസ്ഥാൻ മുയലിനൊപ്പം ഓടുകയും വേട്ടപ്പട്ടിക്കൊപ്പം വേട്ടയാടുകയും ചെയ്യുന്ന രാഷ്ട്രമാണ്. പക്ഷേ അമേരിക്കയെ സംബന്ധിച്ച് അമേരിക്ക കൂടുതൽ വലിയ ശത്രുവായിട്ട് കാണുന്ന ഇന്ത്യയാണ്. അപ്പോൾ അതിൻ്റെ കാരണം എന്ന് വെച്ചാൽ പാകിസ്ഥാനെ കൊണ്ട് അമേരിക്കയ്ക്ക് ഒരു പ്രയോജനമില്ല. അമേരിക്കയിൽ നിന്ന് കാശ് കടം വാങ്ങിക്കും, പിന്നെ അമേരിക്ക ആയുധം കടം കൊടുക്കണം, എല്ലാം കടം കൊടുക്കണം. എന്നാലും യുദ്ധത്തിലൊന്നും ജയിക്കാൻ ഉള്ള ശേഷിയില്ല. ഇങ്ങനെ ഒരു രാജ്യത്തിനെ താങ്ങുന്ന എന്തിനാണ്? അത് ഒരേ ഒരു കാര്യമേ ഉള്ളൂ. ഇന്ത്യയുടെ വളർച്ചയെ ഒന്ന് തടയിടുക. കാരണം അമേരിക്ക ഭയപ്പെടുന്നത് ഇന്ത്യ ഒരു വൻ ശക്തിയായിട്ട് മാറിയാൽ അമേരിക്കയ്ക്ക് ദക്ഷിണേഷ്യയിലെ നല്ല ഏഷ്യയിൽ തന്നെയുള്ള അമേരിക്കയുടെ ഒരു സ്വാധീനത്തിന് വലിയ ഇടിവ് തട്ടും. അമേരിക്കയുടെ തന്ത്രപരമായ പല താല്പര്യങ്ങൾക്കും അത് വിരുദ്ധമാണ്. അപ്പോൾ പാകിസ്ഥാൻ കാണിക്കുന്ന എന്ത് തെമ്മാടിത്തരത്തിനും അമേരിക്ക കൂട്ടുനിൽക്കും. അപ്പൊ അതൊക്കെ അമേരിക്കയുടെ താല്പര്യങ്ങൾക്ക് വിരുദ്ധമാണെന്നും ഇപ്പൊ ഇറാൻ യുദ്ധത്തില് പാകിസ്ഥാൻ ചില വിഷയങ്ങളിൽ ഇറാനോടൊപ്പമാണ് നിൽക്കുന്നത്. ഇറാന് മേൽ അമേരിക്ക ഉപരോധം ഏർപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും പാകിസ്ഥാന് ഇറാന് റഷ്യയുമായിട്ട് ചൈനയുമായിട്ടും വ്യാപാരം നടത്താൻ 5 കര റൂട്ടുകൾ ഓപ്പൺ ചെയ്തു കൊടുത്തു. അതുപോലെ തന്നെ ബലൂചിസ്ഥാന്റെ തീരത്ത് ഉള്ള പാകിസ്ഥാന്റെ ടെറിട്ടോറിയൽ വാട്ടറിലൂടെ ഈ ഇറാനിലേക്ക് പോകുന്ന കപ്പലുകൾക്ക് സഞ്ചരിക്കാനുള്ള, അല്ലെ ഇറാനിൽ നിന്ന് പുറത്തേക്ക് പോകുന്ന കപ്പലുകൾക്ക് സഞ്ചരിക്കാനുള്ള അനുമതി കൊടുത്തു. അപ്പോൾ ഈ ഇരട്ടത്താപ്പ്. അപ്പൊ ഇനി നമുക്ക് വീണ്ടും തിരിച്ച് ഈ അണ്വായുധത്തിലേക്ക് തിരിച്ചു വരാം. അമേരിക്കയുടെ ന്യൂയോർക്ക് ടൈംസിന്റെ പ്രസിദ്ധീകരിച്ച ഒരു ലേഖന പ്രകാരം
ഈ 2006 ഇറാന് 16,000 കിലോഗ്രാം യുറേനിയം അക്യുമുലേറ്റ് ചെയ്തിട്ടുണ്ട്. അതിലൊരു നല്ല ഭാഗം 20%, അതായത് ഈ 20% സമ്പുഷ്ടീകരിക്കുക എന്ന് പറഞ്ഞാൽ ഫ്യൂവലായിട്ട് ആണവ റിയാക്ടറുകളിൽ ഉപയോഗിക്കാം. അതായത് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന ആണവ റിയാക്ടറുകൾ ഉപയോഗിക്കുന്നതിന് 20% സമ്പുഷ്ടീകരിച്ചാൽ മതി. അപ്പോൾ ആ ക്വാളിറ്റിയുള്ള ഒരു 3000-ത്തിലധികം കിലോഗ്രാം യുറേനിയം ഇറാന്റെ കൈവശമുണ്ട്. മൊത്തത്തിൽ സമ്പുഷ്ടീകരിക്കാത്ത എല്ലാ തരത്തിലുള്ള യുറേനിയം കൂട്ടിച്ചേർത്താൽ ഞാൻ ആദ്യം പറഞ്ഞ ഘടകം 16,000 കിലോഗ്രാം, അത് 16 ടൺ യുറേനിയം അയിര് അവരുടെ കൈവശമുണ്ട്. അപ്പോൾ ഇതിനെപ്പറ്റി പറയുന്നത് ഇതിൽ സമ്പുഷ്ടീകരണം എന്ന ഒരു മേഖലയിലേക്ക് കടക്കുമ്പോൾ, കാരണം ഒരു അണ്വായുധം ഉണ്ടാക്കണമെങ്കിൽ വെപ്പൺസ് ഗ്രേഡ് യുറേനിയം ആവശ്യമുണ്ട്. അത് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ 90-94% സമ്പുഷ്ടീകരിച്ച യുറേനിയം ആയിരിക്കും. അപ്പം ഇവിടെ അതിനെക്കുറിച്ച് പറയുന്നത് 0-ൽ നിന്നും 20% വരെ സമ്പുഷ്ടീകരിച്ച യുറേനിയം ഉണ്ടാക്കാനാണ് ഏറ്റവും ബുദ്ധിമുട്ട്. കാരണം ആ എൻറിച്ച്മെന്റിന് നാളുകളെടുക്കും. 20 തൊട്ട് 60% വരെ കുറച്ചുകൂടെ വേഗത്തിൽ നടക്കും. 60% സമ്പുഷ്ടീകരിച്ച യുറേനിയം ആണെങ്കിൽ അത് വെപ്പൺസ് ഗ്രേഡിലേക്ക് ഉയർത്താൻ ആഴ്ചകൾ മാത്രം മതിയാവും എന്നാ പറയുന്നത്. അപ്പോ ഇറാനെ സംബന്ധിച്ചിടത്തോളം ഇറാനുള്ള ഒരു നേട്ടം ഈ സമ്പുഷ്ടീകരിച്ച 60% സമ്പുഷ്ടീകരിച്ച യുറേനിയം 400-420 കിലോഗ്രാം, ഏതാണ്ട് 420 കിലോഗ്രാമിലധികം അവരുടെ കൈവശമുണ്ടെന്നുള്ളതാണ്. ആയുധം ഉണ്ടാക്കാനുള്ള ടെക്നോളജിയും അവരുടെ കൈവശമുണ്ട്. ഇനി ഒരു പരീക്ഷണ സ്ഫോടനം നടത്തി അത് ബോംബുണ്ടാക്കുന്നതിന് പകരം ഇപ്പൊ എല്ലാം സിമുലേഷനിലൂടെയാണ് ചെയ്യുന്നത്. കാരണം അണ്വായുധ സ്ഫോടന നിരോധന കരാർ നിലവിൽ വന്നതിന് ശേഷം അതിൽ ഒപ്പിടാത്തത്. പക്ഷെ ഇറാന് പറ്റിപ്പോയ ഒരു കുഴപ്പം, അവര് ആ ഉടമ്പടിയിൽ NPT-യിൽ ഒപ്പിട്ടു എന്നുള്ളതാണ്. ഇപ്പൊ ഇന്ത്യ പോലുള്ള രാജ്യങ്ങൾ നോൺ പ്രൊളിഫറേഷൻ ട്രീറ്റിയിൽ ഒപ്പിട്ടിട്ടില്ല. അപ്പൊ സാങ്കേതികമായിട്ട് ഒരു പരീക്ഷണം നടത്താൻ നമുക്ക് തടസ്സമില്ല. പക്ഷെ നമ്മൾ സ്വമേധയാ നമ്മൾ പ്രഖ്യാപിച്ചിട്ടുള്ള ഒരു സംയമനമാണ്, അല്ലെങ്കിൽ സ്വമേധയാ നമ്മൾ അണുപരീക്ഷണം നടത്തുന്നില്ല എന്ന് തീരുമാനിച്ചു. പക്ഷെ ഇറാന് ഈ ഒപ്പിട്ട കാരണം ഇറാന് നിയമപരമായിട്ട് ബാധ്യതയുണ്ട്. ഇതുകൊണ്ടാണ് ഇറാൻ ഈ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത്. എന്തുകൊണ്ട് ഈ മണ്ടത്തരം ഇറാന്റെ ഭരണകൂടം കാണിച്ചു എന്ന് ഒരു ചോദ്യം വരാം. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് മറ്റു മേഖലകളിൽ പാശ്ചാത്യ ശക്തികളുടെ സഹായവും സഹകരണവും ആവശ്യമുണ്ടായിരുന്നു. അതുപോലെ തന്നെ എണ്ണ വ്യാപാരവുമായിട്ട് ബന്ധപ്പെട്ട്, കാരണം NPT-യിൽ ഒപ്പിട്ടില്ലെങ്കിൽ ക്രൂഡ് ഓയിൽ വ്യാപാരത്തിന് നിരോധനം, ഉപരോധം കൊണ്ടുവരും എന്നുള്ള അമേരിക്കയുടെ ഭീഷണികളായിരിക്കണം ഒരു ഭാഗത്ത് ഇറാനെ ഈ ഒരു കരാറിൽ ഒപ്പിടുന്നതിലേക്ക് കൊണ്ടെത്തിച്ചത്. അപ്പോൾ ആ കരാറിൽ ഒപ്പിട്ട് കഴിഞ്ഞാൽ ആ കരാറിൻ്റെ നിബന്ധന പ്രകാരം IAEA എന്ന് പറയുന്ന ഇന്റർനാഷണൽ ആറ്റമിക് എനർജി ഏജൻസിയുടെ പ്രതിനിധികൾക്ക് ഇറാന്റെ ആണവ റിയാക്ടറുകളും അണ്വായുധ പരീക്ഷണശാലകളും ഉൾപ്പെടെയുള്ള അതുപോലെ ടെസ്റ്റിംഗ് സൈറ്റുകളും ഉൾപ്പെടെ ഉള്ളിടത്തെല്ലാം പോയിട്ട് അവർക്ക് പരിശോധന എപ്പോൾ വേണമെങ്കിലും നടത്താനുള്ള സ്വാതന്ത്ര്യമുണ്ട്. ഇതാണ് യഥാർത്ഥത്തിൽ ഇറാന്റെ ഈ ന്യൂക്ലിയർ പ്രശ്നത്തിന് അടിസ്ഥാനമിട്ട ഒരു കാരണം. അപ്പോൾ ഇറാൻ ഒരു ആയുധമുണ്ടാക്കിയാൽ ആ ആയുധം ആർക്ക് നേരെ പ്രയോഗിക്കും? അമേരിക്കയ്ക്ക് നേരെ പ്രയോഗിക്കാൻ ശേഷിയുള്ള മിസൈലൊന്നും ഇപ്പൊ ഷഹീൻ എന്ന മിസൈലാണ് ഇറാന്റെ ഏറ്റവും ലോങ്ങസ്റ്റ് റേഞ്ച് ആയിട്ടുള്ള മിസൈൽ. അതിന് 2750 കിലോമീറ്റർ റേഞ്ചാണുള്ളത്. ആ മിസൈലിന് പരമാവധി ഇസ്രായേൽ വരെ പോകാം. പക്ഷേ എനിക്ക് തോന്നുന്നത് ഇറാൻ ഒരു അണ്വായുധം ഉണ്ടാക്കിയാൽ ഇറാൻ ആദ്യം ലക്ഷ്യം വെക്കാൻ പോകുന്നത് 2 രാജ്യങ്ങളെയാണ്. ഒന്ന് UAE, മറ്റൊന്ന് സൗദി അറേബ്യ. ഇങ്ങനെ 2 രാഷ്ട്രങ്ങളെ ആയിരിക്കും അവർ ലക്ഷ്യം വെക്കാൻ പോകുന്നത്. ഇത് വല്ലാത്ത ഒരു പ്രതിസന്ധി ഇപ്പോൾ സൃഷ്ടിക്കാൻ പോവുകയാണ്. അമേരിക്ക ഇറാന്റെ യുറേനിയം ശേഖരം നശിപ്പിക്കുമെന്നും അതൊക്കെ അമേരിക്ക കൈക്കലാക്കുമെന്നും ഒക്കെ അമേരിക്ക വീരവാദം പറഞ്ഞെങ്കിലും അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അമേരിക്കൻ പട്ടാളത്തിന് ഇറാന്റെ മണ്ണിൽ ഇറങ്ങാനുള്ള ഭയമാണ് ഈ വിഷയത്തിൽ അമേരിക്ക നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി. എസ്ഫഹാൻ പോലുള്ള ഒരു സ്ഥലത്ത് ഒരു മിന്നൽ ആക്രമണത്തിലൂടെ കടലിൽ നിന്നും കരയിൽ നിന്നും ഒരു 10,000 പട്ടാളക്കാരെങ്കിലും അവിടെ വിന്യസിച്ചുകൊണ്ട് കരയിലൂടെയുള്ള ഒരു ആക്രമണം,
ആ കരയിലൂടെയുള്ള ഒരു ആക്രമണത്തിന് വ്യോമസേനയുടെയും നാവികസേനയുടെയും സപ്പോർട്ട്, അങ്ങനെ ഒരു കവർ ഫയർ കൊടുത്തുകൊണ്ട് ഈ പട്ടാളത്തിന് അവിടെ പോയിട്ട് ഈ ഭൂഗർഭ അറകളിൽ നിന്നും ഈ യുറേനിയം തിരികെ എടുക്കാൻ സാധിക്കും എന്നൊക്കെയുള്ള പ്രതീക്ഷയിലാണ് അമേരിക്ക ഒരു ഓപ്പറേഷൻ നടത്തിയത്. ആ ഓപ്പറേഷൻ അമ്പെ പരാജയപ്പെട്ടു. അമേരിക്കയുടെ മുന്നിൽ ഇനി അധികം മാർഗങ്ങളൊന്നുമില്ല. എന്തായാലും വരും ദിവസങ്ങളിൽ അമേരിക്ക ഇറാൻ യുദ്ധം ഉടനെ അവസാനിക്കുന്ന യാതൊരു ലക്ഷണവും കാണുന്നില്ല. വരും ദിവസങ്ങളിൽ അത് ന്യൂക്ലിയർ യുദ്ധത്തിലേക്ക് തന്നെ പോയാലും അതിശയിക്കാനില്ല. കാരണം ഈ യുദ്ധത്തിൽ നിന്നും അമേരിക്കയ്ക്ക് പിന്മാറാൻ പറ്റില്ല. അമേരിക്ക ചെകുത്താനും കടലിനും ഇടയ്ക്ക് അകപ്പെട്ട അവസ്ഥയിലാണ്. ഇവിടെ അമേരിക്കയ്ക്ക് ഒന്നുകിൽ അമേരിക്ക തോക്കണം, അല്ലെ ജയിക്കണം. അതിന് രീതിയിലുള്ള ഒരു സമാധാന ഉടമ്പടി അത് ഉണ്ടായാൽ തന്നെ അത് നിലനിൽക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പാകിസ്ഥാന്റെ ഇരട്ടത്താപ്പ് നയം, അമേരിക്കയോടും ഇറാനോടും ഒപ്പം നിൽക്കുന്ന ഈ നയമാണ് യഥാർത്ഥത്തിൽ അമേരിക്ക മിഡിൽ ഈസ്റ്റിൽ നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി. അതും അമേരിക്ക മനസ്സിലാക്കുന്നില്ല. എന്തായാലും വരും ദിവസങ്ങളിൽ ഇതിൻ്റെ ഒരു കൂടുതൽ സംഭവവികാസങ്ങൾ നമുക്ക് പ്രേക്ഷകരിലേക്ക് എത്തിക്കാം. അതുവരെ എല്ലാവർക്കും നമസ്കാരം.